ഹലോ മച്ചന്മാരെ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നുള്ളത് തിരുവനന്തപുരത്താണ്. തിരുവനന്തപുരത്ത് ഒരു ചന്ദ്രനെ കാണാൻ വേണ്ടി വന്നത് കേട്ടോ. ബാക്കി കണ്ടത് ചന്ദ്രനാണ്. അപ്പോൾ നേരെ ഒറിജിനൽ ചന്ദ്രനൊന്നുമല്ല, നമ്മുടെ ലൂക്ക് ജെറോം എന്ന് പറഞ്ഞ ബ്രിട്ടീഷുകാരൻ ഒരു ആർട്ടിസ്റ്റ്, ഇൻസ്റ്റാളേഷൻ ആർട്ടിസ്റ്റ് നമുക്ക് വേണ്ടിയിട്ട് ഇവിടെ പ്രദർശനത്തിന് സെറ്റ് ചെയ്തതാണ്. ഇന്ന് ഒറ്റ ദിവസമുള്ളൂ. അപ്പോൾ ഇന്ന് അത് അറിഞ്ഞിട്ട് നമ്മൾ നേരെ വണ്ടി വിളിച്ച് വന്ന കേട്ടോ. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകുമ്പോൾ ബാക്കി ഡീറ്റെയിൽസ് ഞാൻ വഴിയെ പറഞ്ഞു തരാം. അപ്പോൾ ചന്ദ്രൻ നമ്മൾ എല്ലാ ദിവസവും കാണണല്ലേ. ചില ദിവസം തേങ്ങാപ്പൂളായിട്ടായിരിക്കും, ചില ദിവസം ഫുൾ മൂണായിരിക്കും, ചില ദിവസം കാണത്തേ ഇല്ല അല്ലേ. അപ്പോൾ അങ്ങനെ നമ്മൾ പല രീതിയിൽ നമ്മൾ ചന്ദ്രനെ കണ്ടിട്ടില്ല. നമ്മളിങ്ങനെ തൊട്ടടുത്ത് നമ്മളിതുവരെ കണ്ടിട്ടില്ലല്ലോ. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ മ്യൂസിയത്തിൽ എത്തുന്നതിന് മുമ്പേ ഒരു 3 കിലോമീറ്റർ മുമ്പേ തൊട്ട് നല്ല ബ്ലോക്കായിരുന്നു കേട്ടോ. വണ്ടിയൊന്നും അനങ്ങുന്ന പോലുമില്ല, ഫുൾ ആൾക്കാരാണ്. നമ്മൾ ചെന്നപ്പോൾ ഒരു 10 മണി ആയിരുന്നു. അതുകൊണ്ട് തന്നെ കുറേ പേര് കണ്ടിട്ട് തിരിച്ചു വരുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഫുട്പാത്തിൽ കൂടെ ആണല്ലോ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇടിച്ച് കുത്തി കയറി നമ്മൾ താഴെ എത്തിയപ്പോഴത്തേക്കും നമുക്ക് ചന്ദ്രനെ കാണാൻ പറ്റിയ ഒരു അവസ്ഥയിലേക്ക് എത്തിയതുണ്ടോ. അത്രയ്ക്ക് വലിയ മൂണാണ് ഉണ്ടാക്കി വെച്ചത്. അപ്പോൾ നമ്മൾ പതുക്കെ ഇനി അങ്ങോട്ട് കയറണം. നമ്മൾ ഇരുട്ടായതുകൊണ്ട് ആൾക്കാർ ഒത്തിരി കാണാൻ പറ്റില്ല എന്ന് എനിക്കറിയാം. പക്ഷെ നിറച്ച ആൾക്കാരാണ് കേട്ടോ. നമുക്ക് മുട്ടി നടക്കാനേ പറ്റുള്ളൂ. അങ്ങനെ സ്പീഡിൽ കയറി പോകാനൊന്നും പറ്റില്ല. താഴത്ത് വെട്ടവും കാര്യങ്ങളും കുറവായിരുന്നു. അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു നമ്മൾ കയറി ചെല്ലുമ്പോൾ. അങ്ങനെ കയറി ചെന്ന് നോക്കുമ്പോൾ ഇവിടെ ഒരു പാട്ടൊക്കെ ആയിട്ട് കുറേ ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. ഒരു ചെറിയൊരു സ്റ്റേജും അതിനകത്ത് പാട്ട് പാടുന്ന ആൾക്കാരും. പാട്ട് ഞാൻ കേൾപ്പിക്കണില്ല, അതിന് കോപ്പിറൈറ്റ് കിട്ടുന്നതുകൊണ്ട് നമ്മൾ പാട്ട് മ്യൂട്ട് ചെയ്തേക്കുവാണ് കേട്ടോ. അപ്പോൾ ഇത് സെറ്റ് ചെയ്തേക്കണത് നമ്മുടെ മൂണിൻ്റെ നേരെ ഫ്രണ്ടിൽ തന്നെയാണ്. അതൊരു നൈസ് വൈബായിരുന്നു. ഇതും 4 മണി വരെ ഉണ്ടാവുമെന്നാണ് പറഞ്ഞത്. 4 മണി വരെ എന്ന് പറഞ്ഞാൽ നമുക്ക് ആർക്ക് വേണമെങ്കിലും കയറി നിന്ന് പാടാം. ഇതുപോലെ എൻ്റർടൈൻമെൻറ്റ് പരിപാടികൾ അവതരിപ്പിക്കാനൊന്നും പ്രശ്നം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് കാണാനും കുറേ പേര്, അതായത് മൂൺ കണ്ടു കഴിഞ്ഞ് ഇറങ്ങിയവർ കുറേ പേര് അവിടെ അത് പാട്ടൊക്കെ ആസ്വദിച്ചിരിക്കുന്നു. അപ്പോൾ നമ്മൾ നേരെ മൂണിലേക്ക് പോകാൻ കേട്ടോ. ഇതെന്താ സംഭവം എന്ന് അറിയേണ്ടത് നമുക്ക്. ഇപ്പം നമ്മൾ കയറി വന്നു കഴിഞ്ഞപ്പോൾ കണ്ട ആൾക്കൂട്ടമല്ല കേട്ടോ. ഇതിൻ്റെ ചുവട്ടിൽ നിന്നുള്ള ആൾക്കൂട്ടം എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. നമുക്ക് നടക്കാൻ പോലും പറ്റാത്ത ആൾക്കൂട്ടമാണ്. അപ്പോൾ നമ്മൾ ഒരു കണക്കിന് ഇവിടം വരെ എത്തി, മൂണിൻ്റെ അടുത്ത് എത്തി. സംഭവം എന്തായാലും അടിപൊളിയാണ് കേട്ടോ. കാരണം നമ്മൾ ഈ ടെലിസ്കോപ്പിലൊക്കെ നമ്മൾ ഈ ചന്ദ്രൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ കണ്ടിട്ടില്ലേ, ഏതാണ്ട് അതേപോലെ തന്നെ നമുക്ക് നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ പാകത്തിന് സെറ്റ് ചെയ്ത് വെച്ചേക്കണം. അതായത് നമുക്ക് പെട്ടെന്ന് ഒന്ന് തോന്നി കഴിഞ്ഞാൽ കറക്റ്റ് ചന്ദ്രൻ ഇറങ്ങി വന്ന് നിൽക്കുവാന്ന് മുന്നേ നമുക്ക് മനസ്സിൽ തോന്നുള്ളൂ. അത്രയ്ക്ക് അടിപൊളിയായിട്ട് അത്രയ്ക്ക് പെർഫെക്റ്റ് ആയിട്ടാണ് നമ്മുടെ ഇൻസ്റ്റാളേഷൻ ആർട്ടിസ്റ്റ് ലൂക്ക് ജെറോം എന്ന് പറഞ്ഞ വ്യക്തി ഇത് ചെയ്തേക്കണം കേട്ടോ. നല്ല ഹാർഡ് വർക്ക് ഉണ്ട്, കണ്ടാൽ തന്നെ അറിയാം. അപ്പോൾ ഇനി ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് ഗ്ലോബൽ സയൻസ് ഫെസ്റ്റിവൽ ഓഫ് കേരളയുടെ ഒരു സ്റ്റാർട്ടിങ് എന്ന രീതിയിൽ നടത്തിയൊരു പരിപാടിയാണ്. അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് ഫീസോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, എല്ലാം ഫ്രീ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ആളുകൾ പെട്ടെന്ന്, അത് തന്നെയല്ല ഇന്ന് ഒറ്റ ദിവസത്തെ പരിപാടിയാണല്ലോ, അതുകൊണ്ട് തന്നെ ആൾക്കാർ ഇഷ്ടം പോലെ വന്നിട്ടുണ്ടായിരുന്നു. നിറച്ച ആളെന്ന് പറഞ്ഞാൽ ഈ കനക്കൊന്ന് ഫുള്ള് ആൾക്കാരും ഫുള്ള് ബ്ലോക്ക് പറഞ്ഞു കേട്ടോ. നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് തൊട്ട് ഇപ്പോഴും നമ്മളൊരു അത്ഭുതത്തോടെ നോക്കിക്കാണുന്ന ഒരു സാധനമാണ് ഈ ചന്ദ്രൻ എന്ന് പറയുന്നത് അല്ലേ. അത് ഇത്ര തൊട്ടടുത്ത് വന്ന് കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഭവം അടിപൊളിയാണ് കേട്ടോ. ഒരു രക്ഷയില്ല. അതായത് നമ്മൾ ആ ടെലിസ്കോപ്പിൽ കാണുന്ന ആ കുഴിയും കാര്യങ്ങളും, അല്ലെങ്കിൽ നമ്മൾ ചന്ദ്രൻ്റെ ഫോട്ടോസൊക്കെ നമുക്ക് കാണാമല്ലോ ഗൂഗിളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ, അതുപോലെ അത്രയും ക്ലിയർ ആയിട്ട് പെർഫെക്റ്റ് ആയിട്ട്, അതായത് ചന്ദ്രൻ്റെ അതേ വെളിച്ചത്തിൽ തന്നെ സെറ്റ് ചെയ്ത് വെച്ചേക്കാണ്. സംഭവം ഒരു രക്ഷയില്ലാത്ത സംഭവമാണ്. നമ്മൾ നേരിട്ട് തന്നെ കാണാമായിരുന്നു. കാണാത്തവർ മിസ്സാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങൾക്ക് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ എടുക്കുന്നത് കേട്ടോ. ശരിക്കും ലൂക്ക് ജെറോം ഈ ഫോട്ടോസ് എടുത്തേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാസ സ്ഥാപിച്ചാണ് ലൂണാർ റെക്കഗ്നൈസർ ഓർബിറ്റ് ക്യാമറ എന്ന് പറഞ്ഞ ക്യാമറ പകർത്തിയ ചിത്രങ്ങളാണ്. ആ ചിത്രങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ഇന്നിപ്പോൾ ഈ ലൂക്ക് ജെറോം എന്ന് പറഞ്ഞ ആർട്ടിസ്റ്റ് നമുക്ക് വേണ്ടിയിട്ട് ഈ സംഭവം ഉണ്ടാക്കി എടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ എടുത്ത ഫോട്ടോസ് എല്ലാം കൂടി ചേർത്ത് 23 മീറ്റർ വിസ്താരമുള്ള ഒരു ഹൈ റെസൊല്യൂഷൻ ചിത്രമാക്കി എടുത്തത് നമ്മുടെ അമേരിക്കയിലെ ആസ്ട്രോളജി സയൻസ് സെൻറ്ററിലാണ്. അതിനിടയ്ക്ക് ഒരു കാര്യം പറയാൻ വിട്ടുപോയി. നിങ്ങളൊക്കെ ആലോചിക്കുന്നുണ്ടാവില്ല ഇതെങ്ങനെ ഇങ്ങനെ മേളിൽ നിൽക്കണേന്ന്. വേറെ ഒന്നുമില്ല കണ്ടോ, ഇതിൻ്റെ പുറകെ ഒരു വലിയൊരു ക്രെയിൻ കൊണ്ട് നിർത്തിയിട്ടുണ്ട്. ആ ക്രെയിനിൻ്റെ കയ്യിലാണ് നമ്മുടെ ഈ അമ്പിളിവാ നിൽക്കണേ കേട്ടോ. അപ്പോൾ ഒരു 20 വർഷത്തോളം ഉള്ള പരിശ്രമത്തിന് ശേഷമാണ് ഇത് ലൂക്ക് ജെറോം എന്ന് പറഞ്ഞ വ്യക്തി 2016 ഫസ്റ്റ് മ്യൂസിയം ഓഫ് ദ മൂൺ എന്ന് പറയുന്ന പ്രദർശനം നടത്തിയത്. ആ ആദ്യ പ്രദർശനത്തിന് ശേഷം അദ്ദേഹം ഇപ്പോൾ ഒരു 100-ലേറെ പ്രദർശനങ്ങൾ പല രാജ്യങ്ങളിലായിട്ട് നടത്തിയിട്ടുണ്ട്. അതും ഈ പ്രദർശനം നടത്താൻ വേണ്ടിയിട്ട് ലൂക്ക് ജെറോമിനെ അങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്ത് വരുത്തിയിട്ടാണ്. അപ്പോൾ അങ്ങനെ പറഞ്ഞു വരുമ്പോൾ നമ്മുടെ കേരളത്തിൽ ഇത് ഫസ്റ്റ് ടൈമാണ് കേട്ടോ. ഫസ്റ്റ് ടൈമാണ് അദ്ദേഹത്തിൻ്റെ ഈ മ്യൂസിയം ഓഫ് ദ മൂൺ എന്ന് പറയുന്ന ഇൻസ്റ്റാളേഷൻ നടക്കുന്നത്. അതുപോലെ ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ 2ാമത്തെയാണ്. ഫസ്റ്റ് ടൈം നമുക്ക് ഡൽഹിയിൽ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് അത്ര പബ്ലിസിറ്റി ഒന്നും നമ്മൾ അറിഞ്ഞില്ല. ആരും അറിഞ്ഞില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്തായാലും.
പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ മലയാളികളെല്ലാവരും അറിഞ്ഞു ഇതെന്താ സംഭവം എന്നറിയാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും ഒരു ക്യൂരിയോസിറ്റി. അങ്ങനെ നോക്ക് ആൾക്കാർ നോക്ക്, ഇത് കാണാൻ വേണ്ടി തന്നെ വന്നേക്കുന്ന ആൾക്കാരാണോ. അപ്പോൾ ഇതേ നമ്മുടെ ചന്ദനം കാണാൻ വേണ്ടി ആയിരക്കണക്കിന് ആൾക്കാരാണ് വന്നത്. അപ്പോൾ ആക്ച്വലി ഞാൻ എത്തിയപ്പോൾ ഒരു 10 മണി കഴിഞ്ഞായിരുന്നു കേട്ടോ. അപ്പോൾ 7 മണിക്ക് തൊട്ട് ഉള്ള തിരക്കപ്പം ഒന്ന് ആലോചിച്ച് നോക്കി എന്തായിരിക്കും. അപ്പോൾ എത്ര പേര് വന്ന് പോയിട്ടുണ്ടാവും കണ്ടിട്ട്. അതൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ വന്നത്. എന്നിട്ടും തിരക്കിന് ഒരു കുറവുമില്ല, ആൾക്കാർ പിന്നെയും വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ നമ്മളിത് ലൂക്ക് ജെറോമിൻ്റെ മ്യൂസിയം ഓഫ് ദ മൂണൊക്കെ കണ്ട് പതുക്കെ താഴേക്ക് ഇറങ്ങുമ്പോഴും മേളിലേക്ക് ഇഷ്ടംപോലെ ആൾക്കാർ പിന്നെയും കയറി വന്നുകൊണ്ടിരിക്കുക കേട്ടോ. ഒരു കുറവില്ല ആൾക്കാർ കാണാൻ വേണ്ടിയിട്ട്. കാരണം വേറൊന്നുമില്ല, ഞാൻ പറഞ്ഞില്ലേ ഇന്ന് ഒറ്റ ദിവസത്തെ പരിപാടി ഉള്ളൂ. 4 മണിക്ക് പരിപാടി തീരും. പിന്നെ നമുക്ക് ഇങ്ങനെ ഒരു അവസരം കിട്ടുമോ എന്നുള്ളത് നമുക്ക് അറിയാൻ പാടില്ല. ഇനി വേറെ സ്ഥലത്ത് വരുമായിരിക്കും ചിലപ്പോൾ, അറിയില്ല. എനിവേ ആൾക്കാരെല്ലാവരും ഇത് യൂട്ടിലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിറച്ച ആൾക്കാർ വന്നുകൊണ്ടേ ഇരിക്കേണ്ടത് ഇത് കാണാൻ വേണ്ടിയിട്ട്. വഴിയൊക്കെ സ്റ്റിൽ ബ്ലോക്കാണ്, നല്ല തിരക്കാണ്. നമ്മളപ്പോൾ ഇത് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ അങ്ങോട്ട് തിരിച്ചു പോകണതാണ്. അപ്പോൾ അവിടെ നിന്ന് ഇഷ്ടംപോലെ ആൾക്കാർ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുക. കുഞ്ഞു കുട്ടികളൊക്കെ ഉറക്കം നിന്ന് വന്നേക്കാണ് അമ്പിളിയമ്മനെ കാണാൻ വേണ്ടി മാത്രം കേട്ടോ. തന്നെ ഓൾമോസ്റ്റ് ഒരു 1 മണിയുടെ അടുത്തായി നമ്മൾ തിരിച്ചിറങ്ങുമ്പോൾ. നമുക്ക് അത്രയും ദൂരം പോകാനുള്ളതുകൊണ്ട് ഞാൻ സത്യം പറഞ്ഞാൽ നമ്മൾ ആ ചന്ദനെ കണ്ണുകൊണ്ട് അവിടെ ഇരുന്നെങ്കിൽ നമ്മളവിടെ ഇരിക്കുള്ളൂ. അത്രയ്ക്ക് ബ്യൂട്ടിഫുള്ളായിട്ടാണ് സംഭവം ഇൻസ്റ്റാൾ ചെയ്തേക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ വെറുതെ ഇന്ന് നമ്മൾ പോയി കണ്ട 3 പരിപാടി എല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ചു വന്നുകൊണ്ടിരിക്കുക കേട്ടോ. നമ്മൾ തിരിച്ചു വരാൻ വേണ്ടിയിട്ട് ഒത്തിരി കഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, ജനസാഗരമാണ് ഇത് കാണാൻ പറ്റുന്നത്. നിറച്ച ആൾക്കാരാണ്. നമ്മൾ അവിടെ നിന്ന് ഒരു പൊട്ടക്കണക്കിന് ആൾക്കാർ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ നിന്ന് നിറച്ച ആൾക്കാർ ഇവിടെ നിന്ന് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇത് എല്ലാം കൂടി അതിൻ്റെ ഇടയ്ക്ക് മറ്റേ വഴി ബ്ലോക്ക്, റോഡ് ബ്ലോക്ക് എല്ലാം ഇതുണ്ട്. നമ്മുടെ ബാക്കിൽ ഫുള്ള് വഴി ബ്ലോക്കാണോ. അപ്പോൾ ഈ അവസ്ഥയാണ് ഇവിടെ. എന്തായാലും സംഭവം അടിപൊളിയായിരുന്നു. നമ്മൾ വന്നതിന് വേർത്തായിട്ട്. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ മച്ചന്മാരെ. അപ്പോൾ നമ്മൾ ട്രിവാൻഡ്രം നൈറ്റ് ലൈഫായിട്ടുള്ള മാനവീതിയിൽ നമ്മൾ പോണ വഴിക്കൊന്ന് കയറി തൊട്ടടുത്ത് തന്നെയായിരുന്നു. പക്ഷെ അത്ര ഓണല്ലായിരുന്നു എനിക്ക് തോന്നുന്നു. കാരണം നമ്മൾ ഇത്രയും ദൂരം വന്നിട്ട് കാണാണ്ട് പോകണ്ടോ എന്ന് വെച്ചിട്ട് കയറിയാണ്. പക്ഷെ ആരും ഓണായിട്ടൊന്നും കണ്ടില്ല. എല്ലാവരും ഇങ്ങനെ ഇതിൽ കൂടെ അങ്ങോട്ടും നടക്കുന്നു അത്ര ഉണ്ടാകും. പക്ഷെ അന്നേരമാണ് ഞാൻ നോക്കുമ്പോൾ ഒരു പാട്ട് കേട്ടത്. ആ പാട്ട് എൻ്റെ മോനാണ്. എൻ്റെ പൊന്നടായി ഇത് ആക്ച്വലി ഉണ്ടല്ലോ. സത്യം പറഞ്ഞാൽ ഇന്നത്തെ ദിവസം ആ മൂൺ കണ്ടതിൻ്റെ അല്ലേ ഇവരുടെ ആ പാട്ടും ആ ഒരു വൈബും കണ്ടപ്പോഴാണ് എനിക്ക് ഭയങ്കരമായിട്ടൊരു സന്തോഷം വന്നത്. കാരണം ഈ നിൽക്കണ കൂട്ടത്തിൽ നിൽക്കണ ഒരു മനുഷ്യൻ ചിലപ്പോൾ ഒരു ആ 2-3 പേര് അങ്ങോട്ടും ഇങ്ങോട്ടും അറിയായിരിക്കും. ബാക്കിയുള്ളവരെല്ലാവരും വേറെ വന്നവരാണ്, അതായത് സെപ്പറേറ്റ് വന്നവരെ ആൾക്കാരാണ്. അവരെല്ലാവരും നമ്മുടെ ഒരാൾ പാടുമ്പോൾ ആ കൂടെ വന്ന് പാടാനും അവരുടെ ഒപ്പം വന്ന് നിൽക്കാനും എൻ്റെ പൊന്നി അവരൊന്നും പറയാനില്ല. കിട്ടു പരിപാടിയായിരുന്നു.
അതുപോലെ തന്നെ അവരുടെ പാട്ട് തന്ന ഫീല്. ഞാനിത് എന്തോ രാഘവല്ലീസ് എന്ന് പറഞ്ഞ ഏതോ ഒരു ബാൻഡിൻ്റെ ആ പെൺപിള്ളേർ എന്തോ പാടുന്ന ബാൻഡിൻ്റെ ഇതുപോലെ ഞാൻ കണ്ടിട്ടുണ്ട്. അത് നല്ല അടിപൊളിയായിരുന്നു. അത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് കേൾക്കാറുണ്ട്. പക്ഷെ അത് നമ്മൾ ഈ ഫോണിൽ കൂടെ കണ്ടിട്ടല്ലാതെ ഈ സാധനം നേരിട്ട് ഇതേ വൈബിൽ എനിക്ക് കിട്ടിയപ്പോൾ അത് വേറൊരു ലെവൽ തന്നെയായിരുന്നു കേട്ടോ. എനിവേ എല്ലാവരും എക്സ്പ്ലോർ ചെയ്യുക. ലൈറ്റ് ലൈഫൊക്കെ എല്ലാവർക്കും ആവശ്യം തന്നെയാണ്. അതൊക്കെ ഇതുപോലെ കണ്ടോ മാന്യമായിട്ട് നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യുക. തിരിച്ച് വീട്ടിൽ സുഖമായി പോയി കിടന്നുറങ്ങുക. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ. അതുപോലെ ഞാൻ ഒറ്റയ്ക്ക് പോയതുകൊണ്ട് വേറെ പ്രശ്നം ഉണ്ടായിരുന്നു. എനിക്ക് തമ്മിൽ എടുക്കാൻ പറ്റിയ ഫോട്ടോ എടുക്കാൻ ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല. കാരണം ഇരുട്ടായതുകൊണ്ട് നമ്മളവിടെ ഫോൺ വെച്ചിട്ട് പോയിട്ടൊന്നും കാര്യം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അത് നടപടി ആയില്ല. അപ്പോൾ ആ സമയത്ത് എന്നോട് ചേട്ടനാണ് ഹെൽപ്പ് ചെയ്തോ, രാജേഷ് എന്ന് പറഞ്ഞു. ആ ചേട്ടൻ പൊളിയായിരുന്നു. ചേട്ടന് സമയം ഒത്തിരി വേസ്റ്റ് ആയെന്ന് എനിക്കറിയാം. എന്നാൽ പോലും ആ ചേട്ടൻ നല്ല അടിപൊളിയായിട്ട് ഫോട്ടോ എടുത്ത് തന്നു കേട്ടോ. ആ ചേട്ടൻ പൊളിയാണ്. ആ ചേട്ടനോട് താങ്ക്സ് പറഞ്ഞുകൊണ്ട് നമ്മൾ ഇന്നത്തെ വീഡിയോട് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. പിന്നെ അമ്പിളിമാവനെ ഇതുപോലെ നേരിട്ട് കാണാൻ പറ്റില്ല എന്നുള്ള സങ്കടം നിങ്ങളോട് ആരെങ്കിലും പറയുകയാണെങ്കിൽ ഈ വീഡിയോ കാണുന്നവർ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ. അവരുടെ ആ സങ്കടമൊക്കെ മാറിക്കോട്ടെ. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.